ഹലോ ഫ്രാൻസ്, ഇറ്റ്സ് മീ മുസ്തു. വെൽക്കം ടു MKM ഡയറീസ്. ഇന്ന് നമ്മളൊരു സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണേ. നിങ്ങൾക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ അനിയനോടൊന്ന് സംസാരിക്കണം, അവന് എക്സാമിന് മാർക്ക് കുറവാണ്, അവൻ നന്നായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞിട്ട് അവർ പേരൻസ് മീറ്റിങ്ങിന് പോയപ്പോൾ സമയത്ത് അവന് മാർക്ക് കുറവാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അവൻ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അപ്പോൾ എന്താണെന്നറിയില്ല, അപ്പോൾ അവനോടൊന്ന് സംസാരിക്കണം എന്നുള്ള ലെവലിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ പോയി കണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് വായിച്ചതാണെന്നൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോവാണ്, പഠിച്ചതൊക്കെ അപ്പോഴേ മറന്നു പോകണം, എല്ലാം ഞാൻ ഒരുപാട് തവണ വായിച്ച സാധനങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ, കാരണം എന്താ വെച്ചാൽ അവർ രാത്രിയും പകലും ഇല്ലാണ്ടിരുന്ന് വായിക്കുന്നുണ്ട്, പക്ഷെ അവർ മറന്നു പോകാമെന്ന് പറയുമ്പം ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ഇത് ഒരു പ്രശ്നം കൊണ്ടാണ്, ഈ വായിക്കുന്നുണ്ട് പക്ഷെ പഠിക്കുന്ന സമയത്ത് 100% കോൺസെൻട്രേഷനോട് കൂടി പഠിക്കണം. അപ്പം എൻ്റെ പഠനത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഏത് സാധനം വായിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കോൺസെൻട്രേഷൻ ഉള്ള സമയത്ത് നല്ല കോൺസെൻട്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എങ്ങനെ അത് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവനോട് പറഞ്ഞു, ഇങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഒരുപാട് എക്സസൈസുകളുണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന ലിങ്കുകളൊക്കെ അവൻ കുറേ ലിങ്കുകൾ ഷെയർ ചെയ്തു, ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ക്രിസ്മസ് എക്സാം വന്നു. ക്രിസ്മസ് എക്സാമിന് അവൻ്റെ ബ്രദർ വിളിച്ചാൽ നല്ല പെർഫോമൻസാണ്, ചെക്കന് അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏതായാലും അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവൻ എല്ലാ സബ്ജക്റ്റിലും മാർക്കുണ്ട്, പക്ഷേ കെമിസ്ട്രി മാത്രം അവന് കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒന്ന് സംസാരിക്കും, എൻ്റെ സബ്ജക്റ്റും കൂടി എല്ലാം ഒന്ന് സംസാരിക്കുമെന്ന് വെച്ചാൽ ഞാൻ പോയി കാര്യങ്ങൾ കണ്ടു, അവനെ സംസാരിച്ചു, എന്ത് പറ്റി കെമിസ്ട്രി പറഞ്ഞു. കെമിസ്ട്രിയിൽ മാത്രം എന്തെന്നില്ല വെച്ചാൽ എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കാര്യങ്ങൾക്ക് അങ്ങനെ കത്തുന്നില്ല എന്നാണ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അവന് കുറച്ച് ടോപ്പിക്സ് കെമിസ്ട്രി ഒന്നും ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് എനിക്ക് തോന്നി. അവന് എന്താ വെച്ചാൽ അവനക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യം കുറവുള്ള പോലെ. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അവന് കെമിസ്ട്രിയിലെ കുറച്ച് ടോപ്പിക്സൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇനി ഈ കെമിസ്ട്രി ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ്റെ മോഡൽ എക്സാം ആവുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റഡ് അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്തുണ്ട് ജ്യേഷ്ഠനെ എന്നെ വിളിക്കുന്നത്, നീ എന്താണ് കാണിക്കുന്നത്, ഡോക്ടർ അവനിപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, നീ എന്താണ് അവനോട് പറഞ്ഞു കൊടുത്തത്, നീ എന്തോ പറഞ്ഞ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു, ഡോക്ടർ എന്നെ തല്ലണം എന്നൊക്കെ പറഞ്ഞു ഉത്തരവുണ്ട്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ജസ്റ്റ് അവന് കുറച്ച് ടോപ്പിക്സ് ഷെയർ ചെയ്തു, അവനോട് പോയി പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അവൻ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി, എന്താ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞാൽ ഇവന് ആരോ മോട്ടിവേറ്റ് ചെയ്താണ്, ആ ചെക്കൻ പറഞ്ഞാൽ എന്തൊക്കെ ബ്ലണ്ടറാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെനിക്ക് കാണണം, അവൻ കൈ കിട്ടിയാൽ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ വെള്ളം കുടിക്കാണ്ട് മൂത്രപ്പഴുപ്പ് വന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടാണ് ഇവൻ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവരോട് വെള്ളം കുടിക്കണം, നന്നായിട്ട് കുടിക്കണം, വെള്ളം കുടിച്ചില്ല ഈ പ്രശ്നമാണ്, നിങ്ങളെ ഹെൽത്തിനെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണെങ്കിൽ ഞാൻ കുടിക്കണ്ട പറഞ്ഞു, വെള്ളം കുടിക്കണ്ട പറഞ്ഞിട്ടാണ് അവൻ വെള്ളം കുടിക്കാത്തത്. അപ്പോൾ ഡോക്ടർ ദേഷ്യം വരില്ലേ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ അവരോട് വെള്ളം കുടിക്കേണ്ട, ആരെങ്കിലും പറയുമോ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് തടിക്ക് നല്ലത്, വെള്ളം കുടിക്കണത് എപ്പോഴും നല്ലതല്ലേ, വെള്ളം കുടിക്കാനല്ലേ എല്ലാവരും പറയാം, പക്ഷെ ഞാൻ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞു എന്നുള്ള ലെവലിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ അവന് കൊടുക്ക്, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് എന്നോട് ഞാൻ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ വന്നപ്പോൾ പറഞ്ഞില്ല എന്നോട് വെള്ളം കുടിക്കരുത്, ഞാൻ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാണ് എന്നോട് പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പഠിപ്പിച്ച പറഞ്ഞില്ലേ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചാൽ എൻ്റെ കോൺസെൻട്രേഷൻ കുറയൂലേ, അപ്പോൾ ഞാൻ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള എല്ലാ പരിപാടിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെള്ളം കുടിക്കാണ്ടിരിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കുടിക്കാതിരുന്ന എടാ ഞാൻ പറഞ്ഞു, ഇത് ഒന്നാണോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ഇതൊരു ടേം അല്ലേ, അവനത് മനസ്സിലാവണില്ല. ഡോക്ടറോട് എൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവനെ പഠിപ്പിച്ച സമയത്ത് ഞാൻ അവനോട് പറഞ്ഞത് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയും, സോൾവെൻ്റ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കൂടും. ഈ ഒരു ഐഡിയ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തതാണ്. ഇവനോട് ഞാൻ പണ്ടങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ കൂടാനുള്ള എല്ലാ പരിപാടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്ത് ചെയ്തിക്കണ്, വെള്ളം കുടിക്കാണ്ടോ എൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കി ഹോസ്പിറ്റലൈസ് ചെയ്തു. ഓക്കെ, ഇതൊരു സ്റ്റോറി ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.